ഇന്നലെ നമ്മൾ വുളൂഇനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ? ഇന്നലെ വുളൂഇനെ പറ്റിയാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. മലക്കുകളെ, ഞാൻ മനുഷ്യന്മാരെ പടക്കട്ടെയോ, സൃഷ്ടികളായ മനുഷ്യന്മാരെ ഞാൻ സൃഷ്ടിക്കട്ടെയോ എന്ന് ചോദിച്ചു. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, എന്തിനാണ് പടച്ചോനെ സൃഷ്ടികളെ, എന്തിനാണ് പടച്ചോനെ മനുഷ്യന്മാരെ പടക്കണത്? ഈ ഭൂമിയിൽ ഫസാദൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യന്മാരെന്തിനാ പടക്കണം? നിനക്ക് ഇബാദത്ത് എടുക്കുന്ന ഞങ്ങളില്ലേ ഇവിടെ, പിന്നെന്തിനാണ് ഈ ഫസാദ് ഉണ്ടാക്കുന്ന മനുഷ്യന്മാരെ പടക്കുന്നത്? ആ ചോദ്യം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ആ ചോദ്യം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടില്ല. മലക്കുകളുടെ ആ മറുപടി അല്ലാഹുക്ക് ഇഷ്ടമായില്ല. അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദേശത്തിന്റെ കോപത്തിന്റെ നോട്ടം നോക്കി. ആ കോപം കൊണ്ട് മലക്കുകൾ വല്ലാതെ പേടിച്ചുപോയി, വല്ലാതെ ബേജാറായിപ്പോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നു, മലാഖമാര്, നിന്റെ മലക്കുകൾ പേടിച്ചു പോയി റബ്ബേ, അതുകൊണ്ട് ആ പേടിയിൽ നിന്ന് ഒരു മാറ്റം കിട്ടാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറയുകയാണ്, മലക്കുകളെ, എന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ വുദൂ ചെയ്യുക, വുദൂ ചെയ്യുക, വുദൂ ചെയ്യുക. എന്നാൽ എന്റെ കോപത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആരാണോ വുദൂ ചെയ്യുന്നത് അവർക്ക് അല്ലാഹുവിന്റെ കോപമുണ്ടാവില്ല. ആരാണോ വുദൂ ചെയ്യുന്നത് അവരുടെ ഖൽബ് പ്രകാശിക്കുമെന്നാണ്, അവരുടെ മുഖം പ്രകാശിക്കുമെന്നാണ്. ആദ്യമായിട്ട് വുളൂ ചെയ്തത് മലക്കുകളാണ്. ആദ്യം വുളൂ ചെയ്തത് മലക്കുകളാണ്. വുളൂ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ കോപമുണ്ടാകില്ല. അല്ലാഹു അവനിലേക്കൊരു റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്നാ. മുഅ്മിനീങ്ങളെ, വുളൂയിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുമെന്നാണ്. നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് വുളൂ ചെയ്യുമ്പോ വുളൂഇന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതിയിട്ട് രണ്ട് മുൻകൈയും നമ്മൾ കഴുകുമ്പോ ആ മുൻകൈ കഴുകുന്നതിലൂടെ നിന്റെ കൈ കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര വലിയ അമലാ, എത്ര പ്രതിഫലമാണ്. അതേ, നമ്മള് വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോ നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞ ഗീബത്തുകൾ, ഫിത്നകൾ, ഫസാദുകൾ എല്ലാം ആ വുളൂഇലൂടെ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ, വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ട് നീ മുഖം കഴുകുമ്പോ നിന്റെ മുഖം കൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട് നീ ചെയ്തു പോയ പാപങ്ങളെല്ലാം അല്ലാഹു ആ വുളൂഇന്റെ വെള്ളത്തിലൂടെ പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ, രണ്ട് കൈയും മുട്ടോടുകൂടി കഴുകുമ്പോ കൈകളെ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്തു തരികയാണ്. തല തടവുകയാണല്ലോ, തല തടവേണ്ടത് 3 തവണയല്ലേ? ഇതെല്ലാം 3 തവണകളിലായിട്ടാണ് ചെയ്യേണ്ടത്. തല തടവുമ്പോ അതേ അല്ലാഹു തരുന്ന എത്രയെത്ര പ്രതിഫലങ്ങളാണ്. 3 തവണ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. 3 തവണ ചെയ്യണം. എല്ലാം 3 തവണ. തല തടവുമ്പോ അങ്ങനെ 3 തവണ തടവണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനെ അറിയാമല്ലോ. അതേ, സ്വഹാബത്തിൽപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ കൂടെ ഒരു വഴിയരികിലൂടെ നടന്നു പോകുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു അല്ലാതെ കരയുകയാണ്. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു വിതുമ്പിക്കൊണ്ട്
കരയുന്നത് കൊണ്ടപ്പോ മുത്തുനബിക്കത് സഹിച്ചില്ല. അവിടുത്തെ സഹാബത്ത് കരയുമ്പോ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. ഹബീബായ തങ്ങൾ ചോദിച്ചു, അബൂദർറേ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരയുന്നത്? അവിടുന്ന് കരയാനുള്ള കാരണം എന്താണ്? അതോ ആ വായിൽ വെള്ളം കൊപ്പിളിക്കുക. ആ കൊപ്പിളിക്കുന്ന സമയത്ത് ഇടത്തോട്ട് തുപ്പിപ്പോയി. ആ ഇടത്തോട്ട് തുപ്പിയത് കാരണം വലത്തോട്ട് തുപ്പിപ്പോയി. വലത്തോട്ട് തുപ്പിയത് കാരണമാണ് അബൂദർ തങ്ങൾ കരയാനുള്ളത്. അപ്പൊ ഒരു വിശ്വാസി തുപ്പേണ്ടത് ഇടത്തോട്ടാണ് ഒരു വിശ്വാസി തുപ്പേണ്ടത്. അറിയാണ്ട് അബൂദർ തങ്ങൾ വലത്തോട്ട് തുപ്പിപ്പോയി. ആ വലത്തോട്ട് തുപ്പിയത് കാരണമാണ് അബൂദർ തങ്ങൾ കരയാനുള്ള കാരണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരയണ്ട അബൂദർറേ, കരയണ്ട അബൂദർറേ. ഇടത്തോട്ട് തുപ്പണം. വുളൂ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഇടത്തോട്ടാണ് തുപ്പേണ്ടത്. വലത്തോട്ട് എന്താക്കരുത്, തുപ്പരുത്. അബൂദർ തങ്ങൾ ഒരു ദിവസം അറിയാണ്ട് വലത്തോട്ട് തുപ്പി പോയപ്പോൾ തന്നെ വല്ലാതെ കരയാണ്. ആ സ്വഹാബത്തിന്റെ സൂക്ഷ്മത എത്രയാണ്! അപ്പൊ ഇനി എങ്ങോട്ടാ തുപ്പണ്ടി? ഇടത്തെ സൈഡിലേക്കാ തുപ്പണ്ടി കേട്ടോ. ഇടത്തെ സൈഡിൽ, നമ്മുടെ ഇടത്തെ സൈഡിലേക്കാണ് തുപ്പേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഇടത്തോട്ട് തുപ്പരുത്, ഇടത്തോട്ടാണ് തുപ്പേണ്ടത്, വലത്തോട്ട് തുപ്പരുത് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരിക്കൽ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു. ഒരിക്കൽ മലക്കുകൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് ചെന്നു. മലക്കുകളൊക്കെ ആദം നബിയുടെ അടുത്തേക്ക് ചെന്നു. കൂട്ടത്തിൽ ആരുണ്ട്? ഇബ്ലീസുണ്ട്. ഇബ്ലീസ് ആദം നബിയെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതാണപ്പോ ആദം? മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് അല്ലാഹു പടച്ച ആദം ഇതാണോ എന്നുള്ള ഒരു നിസാരമായ രൂപത്തിൽ ആദം നബിയെ നിസാരമാക്കിയിട്ട് സംസാരിച്ചു ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മാത്രല്ല, ഇതാണോ ആദം, കളിമണ്ണിൽ നിന്ന് പഠിച്ച ആദം എന്ന് പറഞ്ഞ് ഒരു നിസാരവൽക്കരിച്ചുകൊണ്ട് തുപ്പിയതാണ്. ഇടത്തെ ഭാഗത്തേക്കല്ല, വലതുഭാഗത്തേക്ക് തുപ്പി. ആ തുപ്പല് ചെന്നുപോയി വീണത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയറിന്റെ ഭാഗത്തേക്കാണ്. വയറിന്റെ ഭാഗത്തേക്കാണ് ചെന്ന് വീണത്. ആ തുപ്പിയ ഭാഗം അവിടുന്ന് ഇങ്ങനെ തുടച്ചെടുത്തു. അവിടെയാണ് നമ്മുടെ പൊക്കിൽ കൊടിയുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അപ്പൊ ഇടത്തോട്ടാണ് നമ്മൾ തുപ്പേണ്ടത്. വലത്തോട്ട് തുപ്പാന്നുള്ളത് ഇബ്ലീസിന്റെ ഒരു സ്വഭാവമാണ്. വലതുഭാഗത്തേക്ക് തുപ്പാന്നുള്ളത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്. നമ്മൾ ഇടത്തോട്ടാണ് തുപ്പേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വഹാബത്തുൽ കിറാം അത് ശ്രദ്ധിച്ചിരുന്നു. അതൊന്നും അറിയാതെ മാറി വലത്തോട്ട് തുപ്പിയപ്പോ കരഞ്ഞു. കാരണം തുപ്പേണ്ടത് ഇടത്തോട്ടാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ പരിപൂർണമായ വുളൂ എടുക്കണം. പരിപൂർണമായ വുളൂ. അല്ലാഹുവേ, രണ്ട് കൈകളും രണ്ട് കാലുകളും ബിരിയാണി ഉൾപ്പെടെ കഴുകി അങ്ങനെ പരിപൂർണമായ ഒരു വുളൂ ആയിരിക്കണം ഒരു വിശ്വാസിയുടെ വുളൂ. ഒരു വിശ്വാസിയുടെ വുളൂ അങ്ങനെ ആവണം, പരിപൂർണമായ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് നീട്ടി സംസാരിക്കുന്നില്ല. നാളെ റിഫായി ശൈഖിന്റെ ആണ്ടിന്റെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് നാളെ റിഫായി ശൈഖിനെ പറ്റി പറയും. മൗലിദോദും ഫാത്തിഹകളും യാസീനൊക്കെ ഓതി വരണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീട്ടിൽ ചെറിയൊരു ചീയൽ ഉണ്ടാക്കണം. നാളെ നമുക്ക് മൗലിദ് എല്ലാ വീട്ടിലും നാളെ റിഫായി ശൈഖിന്റെ ആണ്ട് കഴിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ പങ്കെടുക്കാം. എല്ലാവരും സുബഹി നിസ്കരിച്ച് 5:40 മജ്ലിസിലെത്താം. എല്ലാവരോടും പങ്കെടുക്കാൻ പറയാം. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ.